ഒരു സംവിധായകൻ നീണ്ട 16 വർഷം ഒറ്റ ചലച്ചിത്രത്തിനായി മാറ്റിവെക്കുക, 6 വർഷത്തോളം ഷൂട്ട് ചെയ്യുക, ഒരു സീനിനു വേണ്ടി മാത്രമായി 24 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുക, 35 കിലോയോളം തൂക്കം കുറച്ച് എല്ലും തോലുമായി, അമ്മ കണ്ടിട്ട് കരഞ്ഞുപോയ ആ മേക്ക് ഓവറിൽ ഒരു നടൻ അഭിനയിക്കാനായി എത്തുക. ആടുജീവിതം എന്ന സിനിമ വെറുമൊരു സിനിമ മാത്രമല്ല, അതിൻ്റെ അണിയറ ശില്പികളെ സംബന്ധിച്ച് അത് ഒരു തപസ്സോ ഉപാസനയോ ആണ്. പക്ഷെ അത് വിജയിച്ചിരിക്കുന്നു. പ്രേക്ഷകരുടെ മനസ്സ് മരുഭൂമിയിലെ ചൂടുകാറ്റ് അടിച്ചെന്ന പോലെ പൊള്ളിപ്പിക്കാൻ ആടുജീവിതത്തിന് കഴിയുന്നു. ബെന്യാമിൻ്റെ പ്രശസ്തമായ ആടുജീവിതം നോവൽ സിനിമയാകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിലുയർന്ന സന്ദേഹം, ഹോളിവുഡ് നിലവാരം ആവശ്യപ്പെടുന്ന ദൃശ്യഭംഗിയുള്ള ഈ രംഗങ്ങൾക്ക് ഒരു മലയാളിക്ക് ചിത്രീകരിക്കാൻ കഴിയുമോ എന്നായിരുന്നു. നല്ലൊരു നോവലിനെ എടുത്ത് കുളമാക്കുമോ എന്നുവരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ സിനിമ കണ്ടാൽ ആ സംശയങ്ങളെല്ലാം തീരും. നോവൽ വായിച്ച് മനസ്സിൽ പതിപ്പിച്ചവർക്കിടയിലേക്ക് അതേ കൃതിയുടെ ദൃശ്യഭാഷ്യവുമായി എത്താൻ അസാധാരണമായ ധൈര്യം വേണം. പക്ഷെ ബ്ലെസ്സി അതിൽ വിജയിച്ചിരിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൈയടിച്ചാണ് പ്രേക്ഷകർ ചിത്രം കണ്ടിറങ്ങുന്നത്. ഒരു സംശയവും വേണ്ട, 2024 മലയാള സിനിമയ്ക്ക് ഭാഗ്യവർഷമാണ്. ഇതാ ഒരു സൂപ്പർ ഹിറ്റ് കൂടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ചിത്രമാണ് ആടുജീവിതം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2013 ഇറങ്ങിയ കളിമണ്ണ് എന്ന ചിത്രത്തിനു ശേഷം സംവിധായകൻ ബ്ലെസ്സിയുടേതായി ഒരു ചിത്രം പോലും ഇറങ്ങിയിട്ടില്ല. നീണ്ട 14 വർഷക്കാലം അയാൾ ഈ ആടുജീവിതത്തിന്റെ പിറകെ ആയിരുന്നു. നടി ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിക്കുന്നു എന്നതിന്റെ പേരിൽ ബോക്സ് ഓഫീസിൽ പരാജയമാവുകയും ചെയ്തു. ശ്വേതാ മേനോന് അന്ന് ജനിച്ച കുട്ടി SSLCക്ക് എത്തിയപ്പോഴാണ് ബ്ലെസ്സി അടുത്ത ചിത്രം പൂർത്തിയാക്കിയത് എന്നത് സോഷ്യൽ മീഡിയയുടെ തമാശ മാത്രമല്ല, ഒരു ചിത്രത്തിന്റെ പെർഫെക്ഷനായുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണമാണ് ഇവിടെ കാണുന്നത്. കാഴ്ച, തന്മാത്ര, പളുങ്ക്, കൽക്കത്ത ന്യൂസ്, ഭ്രമരം, പ്രണയം എന്നീ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അയാൾ ഇതുവരെ ചെയ്തത്. പക്ഷെ ആടുജീവിതം എന്ന ഒരു ചിത്രം മതി ബ്ലെസ്സിയുടെ കരിയറിനെ അടയാളപ്പെടുത്താൻ. മരുഭൂമിയിലെ ടാങ്കർ വെള്ളത്തിന്റെ ഓവർഫ്ലോയിൽ നിന്ന് ആറാട്ടുപുഴയിലെ ആറ്റിലേക്കുള്ള ജമ്പ് കട്ട് സീനിൽ കഴുകന്മാർ നജീബിനെ ആക്രമിക്കുന്ന രംഗത്ത്, മരുഭൂമിയിലെ മണൽക്കാറ്റിന്റെ ഹുങ്കാര സമയത്തൊക്കെ ബ്ലെസ്സിയിലെ സംവിധായകന്റെ പ്രതിഭ നമുക്ക് കാണാം. ആദ്യ പകുതി പിന്നിടുമ്പോഴേക്ക് കാണികളുടെയും തൊണ്ട വരളുമെന്ന് പറയുന്നത് ശരിയാണ്. അത്രയേറെ തീവ്രമാണ് ശ്രീകർ പ്രസാദിന്റെ ക്യാമറ. മണൽക്കുന്നും മരുപ്പച്ചയും മരീചികയും മണൽക്കാറ്റും വിഷപ്പാമ്പുകളുമൊക്കെയായി മരുഭൂമി എന്ന ആവാസ വ്യവസ്ഥയെ ചിത്രം അതിഗംഭീരമായി എടുത്തിട്ടുണ്ട്. ഇതിലെ നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി 35 കിലോയോളം തൂക്കം കുറച്ച് എല്ലും തോലുമായ പൃഥ്വിരാജിനെ കണ്ട് അമ്മ മല്ലിക സുകുമാരൻ കരഞ്ഞുപോയ അനുഭവം നേരത്തെ വാർത്തയായിരുന്നു. ചിത്രം കണ്ട പ്രേക്ഷകർ ഓരോരുത്തരും ആ വികാരത്തിലൂടെ കടന്നു പോകും. അത്രക്ക് റിയലിസ്റ്റിക്കായാണ് പൃഥ്വിരാജ് നജീബായിരിക്കുന്നത്. ഗൾഫിൽ വിമാനമിറങ്ങുന്ന സന്തോഷവാനായ നജീബിൽ നിന്ന് പതിയെ പതിയെ സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത, മുടിയും താടിയും ജടകെട്ടി ചെമ്മരിയാടുകൾക്കിടയിൽ തളച്ചിടപ്പെടുന്ന അടിമയിലേക്കുള്ള ആ രൂപാന്തരം പൃഥ്വി ഗംഭീരമാക്കുന്നുണ്ട്. മെലിഞ്ഞുണങ്ങി എല്ലുന്തി ചുവന്ന മങ്ങിയ പല്ലും കലങ്ങിയ കണ്ണുമായി നിൽക്കുന്ന നജീബ് പൃഥ്വിരാജാണെന്ന് ഒരിക്കൽ പോലും കാണികൾ ചിന്തിക്കില്ല. ഇന്റർവെല്ലിന് അടുപ്പിച്ച് ആടിന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന സീനിലും, അർബാബ് പുറത്തുപോയ ദിവസം നഗ്നനായി കുളിക്കുന്ന സമയത്തും, മരുഭൂമിയിൽ കൂട്ടുകാരൻ മരിച്ച സമയത്തുമൊക്കെയുള്ള പൃഥ്വിയുടെ പ്രകടനം ഒന്ന് കാണണം. ഇതുപോലെ ഭ്രാന്തമായ പാഷനായി സിനിമയെ കൊണ്ടുപോകുന്ന നടന്മാർ അത്യപൂർവമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.